നമസ്കാരം സുഹൃത്തുക്കളെ. രാഹുൽ ഗാന്ധിയെ കാണാനില്ല എന്ന് കാണിച്ച് ഡൽഹിയുടെ വിവിധ ഭാഗങ്ങളിൽ ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. ജൻപത്തിലുള്ള റൗണ്ടാണ് കാണുന്നത്. ഇവിടെ ഒരു വലിയ ബോർഡ് തന്നെ വന്നിട്ടുണ്ട്. ഗുംശുദ, കാണാനില്ല, നാം രാഹുൽ ഗാന്ധി, പേര് രാഹുൽ ഗാന്ധി, പഹ്ചാൻ, തിരിച്ചറിയാനുള്ള ചില സൂചനകൾ കൂടി നൽകിയിട്ടുണ്ട്. അക്സർ വിദേശ് മേം പായേ ജാത്തെ ഹെ, ചില സമയങ്ങളിൽ വിദേശത്ത് പോകാറുണ്ട്, അവിടെ കാണാറുണ്ട്. കിസി പബ് മേം ഹോ സക്തേ ഹെ, ചിലപ്പോൾ പബ്ബുകളിൽ കാണാറുണ്ട്. കിസി ബീച്ച് പർ ദിഖ് സക്തേ ഹെ, ചില ബീച്ചുകളിലും കാണാറുണ്ട്. തലാഷ് ജാത്തി ഹെ, തിരച്ചിൽ തുടരുന്നു. ഇത്രയുമാണ് ഈ ബോർഡിൽ എഴുതിയിട്ടുള്ളത്. ആരാണ് വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ആരാണ് ഈ ബോർഡിന് പിന്നിലുള്ളത് തുടങ്ങിയ കാര്യങ്ങളൊന്നും ഇതിലില്ല. രാഹുൽ ഗാന്ധിയുടെ ഒരു വലിയ ചിത്രവും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഫ്ലെക്സ് ബോർഡാണ് ഇപ്പോൾ ഈ ജംഗ്ഷനുകളിലെല്ലാം, പ്രധാന ജംഗ്ഷനുകളിലെല്ലാം തന്നെ വെച്ചിട്ടുള്ളത്. കോൺഗ്രസ് പാർട്ടിക്ക് പോലും രാഹുൽ ഗാന്ധി എവിടെ എന്ന കാര്യം കൃത്യമായിട്ട് പറയാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ കൃത്യമായിട്ട് ശ്രീ മോഹൻ വർഗീസ് താങ്കളൊരു റിസർച്ച് തന്നെ നടത്തി കാണൂല്ലേ? നോക്കിയപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താലൊന്നും കിട്ടാനില്ല. എവിടെയാണ് എന്ന്, ഏത് രാജ്യത്താണ്, എവിടെയോ കണ്ടു, സൈഷൽസിൽ ആണ് എന്ന മട്ടിൽ കണ്ടു, അറിയില്ല എവിടെയാണ്. പക്ഷേ ആധികാരികമായ സോഴ്സ് ഒന്നുമല്ല, എവിടെയാണെന്ന് അറിയാത്ത രീതിയിൽ ഇരുട്ടിൽ തപ്പുന്ന ഒരു കാഴ്ചയാണ്. അതുകൊണ്ട് നമ്മൾ ഒരു ജനത്തിന് ഇതൊക്കെ ഒരു നിയമപരമായി നമ്മളതിനെ നോക്കിയിട്ട് കാര്യമില്ല. ഇതിനൊരു ഔചിത്യ ബോധമാണ്. പ്രതിപക്ഷ നേതാവിന് ഒന്നും മറയ്ക്കാനില്ല. എൻ്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണ് എന്ന് പറയാൻ കഴിയുന്നിടത്താണ് ജനഹൃദയങ്ങളിൽ പ്രതിപക്ഷ നേതാവ് കടന്നു വരിക. അല്ലാതെ ഇതൊരു ജോലിയായി കണ്ടുകൊണ്ട് ഞാൻ ആഴ്ചയിൽ 5 ദിവസം ജോലി ചെയ്യുന്നു, അടുത്ത 2 ദിവസം ചില്ലൗട്ടാണ് എന്ന് പറയാവുന്നൊരു തരം ജോലിയല്ല പ്രതിപക്ഷ നേതാവിൻ്റേത്. ഒരു രാഷ്ട്രീയക്കാരൻ്റെയും ജോലി അങ്ങനെയല്ല, അത് ജോലിയുമല്ല, ഇത് പൊതുജന സേവനമാണ്. അപ്പോൾ എല്ലാം തന്നെ സുതാര്യമായിരിക്കണം. അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങൾ സുതാര്യമായിരിക്കണം, യാത്രാപഥങ്ങൾ സുതാര്യമായിരിക്കണം. എന്തൊരു അവസ്ഥയാണിത്! ഇന്ത്യയുടെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ പറ്റിയുള്ള വാർത്തയാണ്. ഒരു സൈഡിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിരാളികൾ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഡൽഹിയിലും മറ്റുമൊക്കെ ഫ്ലെക്സുകൾ വെച്ചിരിക്കുന്നു. അദ്ദേഹം കാണപ്പെടാനിടയുള്ള സ്ഥലങ്ങളുടെ സൂചനയൊക്കെ കൊടുത്തിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവ് എത്രമാത്രം ഈ രാജ്യത്ത് പരിഹസിക്കപ്പെടുന്നുണ്ടോ എന്ന് ഇന്ന് നോക്കുക. ഇതൊക്കെ കാണുമ്പോൾ ഒരു സൈഡിൽ രാഷ്ട്രീയ എതിരാളികളാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ മറു സൈഡിൽ അദ്ദേഹത്തെ അനുകൂലിച്ചുകൊണ്ട് രാഷ്ട്രീയ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുന്നവർ തന്നെ അദ്ദേഹത്തെ വിമർശിക്കുന്നു. ശരിക്കും ഒരു ഗതികെട്ട അവസ്ഥയിലാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടി എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. സാധാരണഗതിയിൽ ഈ മനുഷ്യൻ വിദേശത്തൊക്കെ പോകുമ്പോൾ 3-4 ദിവസത്തേക്കോ യാതൊരു വാർത്തയും കാണില്ല. ഇദ്ദേഹം എവിടെയാണ് എന്ന് പോലും അറിയില്ല. പിന്നീട് എവിടെയെങ്കിലും വായി നോക്കി നിൽക്കുന്നതായിട്ടുള്ള ദൃശ്യങ്ങളൊക്കെ ആരെങ്കിലുമൊക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ കൊടുക്കുകയും അങ്ങനെയാണ് ഇവിടുത്തെ ബാക്കിയുള്ള ഹൈക്കമാൻഡിനും കോൺഗ്രസ് നേതാക്കൾക്കും ഈ മുതൽ എവിടെയാണ് എന്നതിനെപ്പറ്റി ഒരു സൂചന കിട്ടുന്നത്. സാധാരണഗതിയിൽ ഇവിടെ റിസർവ് കാറ്റഗറി സെക്യൂരിറ്റിയൊക്കെ ആയിട്ട് നടക്കുന്ന വ്യക്തി പുറത്തേക്ക് പോകുമ്പോൾ അതുപോലും അവരോട് പോലും പറയാറില്ല എന്നാണ് അവർ നിരന്തരമായിട്ട് പരാതിപ്പെടുന്നത്. ഇന്ത്യക്ക് പുറത്തേക്ക് പോകുമ്പോൾ യാതൊരു സുരക്ഷയും ഇല്ലാതെ അവിടെ ഇവിടെയൊക്കെ കറങ്ങി നടന്ന് അവസാനം എന്തെങ്കിലുമൊക്കെ വരുത്തി വെച്ചിട്ട് അതും കൂടി നരേന്ദ്രമോദിയുടെ തലയിലോട്ട് ഇടാനുള്ള പരിപാടിയാണോ എന്നറിയില്ല. കോൺഗ്രസിന് ഇതൊക്കെ ഒരു സഹജമായിട്ടുള്ള ശീലമായതിനാൽ ഒരുപക്ഷെ അതിലും അവർ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാനേ ശ്രമിക്കത്തുള്ളൂ. എന്തായാലും ഇത് ശരിയായിട്ടുള്ളൊരു രീതിയല്ല. പ്രധാനമന്ത്രി ആദ്യകാലങ്ങളിൽ അദ്ദേഹം പ്രധാനമന്ത്രിയായ സമയങ്ങളിൽ വിദേശത്തൊക്കെ പോകുമ്പോൾ ഇവർ ഒരുപാട് ട്രോൾ ചെയ്യുമായിരുന്നു. പ്രയാണമന്ത്രി എന്നൊക്കെയാണ് വിളിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി ഏത് രാജ്യത്ത് പോയാലും അദ്ദേഹം എവിടെയാണ്, അദ്ദേഹം എവിടെ പോയി ആരെ കാണുന്നു, എന്ത് ചെയ്യുന്നു, ഇതെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. അദ്ദേഹം ക്യാമറയ്ക്ക് മുന്നിൽ തന്നെയാണ് ഉറങ്ങുന്ന സമയത്തൊഴിച്ചാൽ. അതിനാൽ തന്നെ അദ്ദേഹം എവിടെയെങ്കിലും ഒളിച്ചു പോയിട്ടുണ്ടോ എന്ന് രാഷ്ട്രീയ എതിരാളികൾ പോലും പറയില്ല. പക്ഷേ ഈ പപ്പുവിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. അയാൾ എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു, ആരെ കാണുന്നു, എന്തെടുക്കാൻ പോകുന്നു, ഇതിനെപ്പറ്റി സ്വന്തം മമ്മിയായിട്ടുള്ള സോണിയാഗാന്ധിക്ക് പോലും ഒരു ഐഡിയയില്ല. പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഇയാൾ എങ്ങാനും പ്രധാനമന്ത്രി ആയിരുന്നെങ്കിലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് വയ്ക്കുക. അയാളുടെ തോന്നിവാസം അയാൾ കാണിച്ചു വെച്ചേ. അല്ല, പറയാൻ പറ്റില്ല, രാജീവ് ഗാന്ധിയുടെ മോനാണെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ രാജീവ് ഗാന്ധി തന്നെ അദ്ദേഹം വിവാഹമൊക്കെ കഴിഞ്ഞ് കുറച്ച് കാലമായ സമയത്ത് പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ലക്ഷദ്വീപിലോട്ട് ഒരു ഒറ്റ പോക്ക് പോയി, സോണിയാഗാന്ധിയും മറ്റുമൊക്കെ ആയിട്ട്. അന്ന് അകമ്പടിയായിട്ട് യുദ്ധക്കപ്പൽ വരെ ഉണ്ടായിരുന്നു, അതിനകത്തായിരുന്നു അംഗം മൊത്തം. എന്നാൽ ഓർത്തു നോക്കി, ഈ അമേരിക്കൻ പ്രസിഡന്റ് അല്ലെങ്കിൽ അതുപോലുള്ള രാജ്യങ്ങളിലൊക്കെയാണ് അവർക്ക് ഈ വേനൽക്കാല വസതി എന്നും മഞ്ഞുകാല വസതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രത്യേകം വസതികൾ കാണും. അതുപോലെ തന്നെ അവർക്ക് ഈ ഉല്ലസിക്കാൻ വേണ്ടി കുറേ ദിവസം അങ്ങനെ അവർക്ക് അവധിയും മറ്റുമൊക്കെ ഉണ്ട്. അപ്പോൾ ആ സമയങ്ങളിൽ അങ്ങോട്ട് പോകുന്നു, ഗോൾഫ് കളിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർക്ക് വാർത്തയല്ല, അത് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്, ജീവിത ശൈലിയാണ് എന്ന് പറഞ്ഞതുപോലെ ഇവിടെ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇങ്ങേരെങ്ങാനും ആയിരുന്നെങ്കിലുള്ള അവസ്ഥയൊന്ന് ആലോചിക്കുക. അയാൾ ഉല്ലസിക്കാനെന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ പല രാജ്യങ്ങളിലും പോയി കളയും. നമ്മുടെ രാജ്യത്തിന് വേണ്ടി ആയിരിക്കില്ല, അയാളുടെ സ്വന്തം ഉല്ലാസത്തിന് വേണ്ടിയിട്ട്. ഒരുപക്ഷെ രാജീവ് ഗാന്ധി ചെയ്ത് തന്നെ അയാൾ ആവർത്തിച്ചു നിന്നിരിക്കും. ഭാഗ്യത്തിനാണ്. നമ്മുടെ ഭാഗ്യം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ നോർത്ത് ഇന്ത്യക്കാരോട് നമ്മൾ സ്മരണ ഉള്ളവരായിരിക്കണം. അവരാണ് ഈ മുതലിനെ പ്രധാനമന്ത്രി സ്ഥാനത്ത് കയറ്റാതെ ഇങ്ങനെ സ്ഥിരമായി ആജീവനാന്ത ഭാവി പ്രധാനമന്ത്രിയാക്കി നിലനിർത്തുന്നത്. അതങ്ങനെ തന്നെ നിൽക്കട്ടെ, അതായിരിക്കും നല്ലത്. അദ്ദേഹം ഇനി തിരിച്ചു വരും, വന്നിട്ട് 24 മണിക്കൂർ കൊണ്ട് ചീറ്റിപ്പോകുന്ന ഏതെങ്കിലും ഒരു ആരോപണം പൊക്കി പിടിച്ചുകൊണ്ട് വന്നിട്ട് മാധ്യമങ്ങളുടെ മുന്നിൽ 4 ഡയലോഗ് അടിക്കും. പിറ്റേ ദിവസം മനോരമ
മോദിക്കെതിരെ രാഹുൽ ഗാന്ധി ആഞ്ഞടിച്ചു, പറന്നടിച്ചു, ചെരിഞ്ഞടിച്ചു, കമന്നടിച്ചു എന്നൊക്കെ പറഞ്ഞ് 4 കോളം വാർത്തയും എഴുതും. ഇതാണ് ഇവിടെ കുറേ കാലമായിട്ട് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനവും അവരുടെ നേതാവ് കാണിച്ചുകൊണ്ടിരിക്കുന്ന അംഗവും. എന്തിനു പറയാൻ, ഇന്ത്യ കുറച്ചുകൂടി ഭേദപ്പെട്ട ബെറ്ററായ ഒരു പ്രതിപക്ഷ നേതാവിനെ തീർച്ചയായിട്ടും അർഹിക്കുന്നുണ്ട്. കാരണം നമ്മൾ അത്രയൊന്നും പാപവും ചെയ്തിട്ടില്ല ഇതുപോലുള്ള പടുമാരണങ്ങളെ സഹിക്കാൻ. ഈയൊക്കെ പകരം അവിടെ ഒരു കല്ലിനെടുത്ത് വെച്ചാലോ ഒരു വാഴ എടുത്ത് വെച്ചാലോ ഈയിടെ പെങ്ങടെ മോൻ റയാൻ വാദ്രേനെ പിടിച്ച് നിർത്തിയാൽ കൂടിയും ഇതിനേക്കാൾ ഭയങ്കരമായിട്ടൊരു ഭേദമായിരിക്കും. അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കോൺഗ്രസ് അങ്ങനെ ഒരു രീതിയെപ്പറ്റി ചിന്തിക്കുന്ന ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ആ പ്രിയങ്കയോട് ഒന്ന് സൂചിപ്പിക്കേണ്ട താമസം, അല്ലെങ്കിൽ ഈ റോബർട്ട് വാദ്രയോട് പറഞ്ഞാൽ മതി, അയാൾക്ക് 100 വട്ടം സമ്മതമായിരിക്കും. ആ ചെറുക്കനെ പിടിച്ച് നിങ്ങളുടെ നേതാവാക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ അതിന് പകരം ഈ മണ്ടപോയ തെങ്ങിനെ പിടിച്ച് നിർത്തിയേക്കാളും ഭേദം അതാണ്. ഇതിപ്പോൾ നിങ്ങളുടെ ആളുകൾ തന്നെ അതിലായി ട്രോൾ തുടങ്ങിയിരിക്കുന്നു. BJP ഒക്കെ ഇപ്പോൾ ട്രോൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ കോൺഗ്രസ് അനുകൂലികൾ തന്നെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഇതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കണം. ഈ പാലിനെ മാറ്റിയിട്ട് വേറെ കൊള്ളാവുന്ന ആരെങ്കിലും പിടിച്ച് പ്രതിപക്ഷ നേതാവും നിങ്ങളുടെ നേതാവൊക്കെ ആക്കി വെച്ചാൽ കൊള്ളാമെന്നേ തൽക്കാലം പറയുന്നുള്ളൂ. അല്ലാതെ ഇതിനെയൊക്കെ പറ്റി എന്ത് കൂടുതൽ പറയാനാണ്?